വിദ്യാലയ പരിസരത്ത് സുരക്ഷ ഉറപ്പാക്കണമെന്ന വിദ്യാഭ്യാസ വകുപ്പ് ആവർത്തിച്ച് നിർദ്ദേശിക്കുമ്പോഴും കൊപ്പം ഗവൺമെന്റ് LP സ്കൂൾ മുറ്റത്ത് മാസങ്ങൾക്ക് മുമ്പ് വെട്ടിയിട്ട കൂറ്റൻ മരത്തടികൾ ഇനിയും നീക്കിയില്ല. ഇഴജന്തുക്കളുടെ ശല്യമുണ്ടായിരിക്കെയാണ് ഈ അനാസ്ഥ. മുൻപ് പരാതി ഉയർന്നപ്പോൾ പകുതി മരത്തടികൾ നീക്കി, ബാക്കി അവിടെ തന്നെ ഇട്ടു. രക്ഷിതാക്കൾ ഒട്ടേറെ തവണ ഈ വിഷയം നഗരസഭയെ അറിയിച്ചിട്ടും സാങ്കേതികത്വത്തിന്റെ പേര് പറഞ്ഞ നടപടി വൈകുകയാണ്. ജൂൺ 2-ന് സ്കൂൾ തുറക്കും. മരത്തടികൾ കൂട്ടിയിട്ടിരിക്കുന്നത് കാരണം കുട്ടികൾക്ക് സുരക്ഷിതമായി മുറ്റത്തേക്കിറങ്ങാൻ പോലും സാധിക്കില്ല. മരം മുറിച്ച് കഴിഞ്ഞ അധ്യയന വർഷം തുടങ്ങുമ്പോൾ ജൂൺ 1-നാണ് മരം മുറിക്കൽ കഴിഞ്ഞത്. മുനിസിപ്പാലിറ്റിയിൽ പലതവണ കത്തുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫോറസ്റ്റിൻ്റെ ഇത് കിട്ടണം, പെർമിഷൻ കിട്ടണം. അവർക്ക് ലേലമായിട്ട് ടെൻഡർ എടുക്കാൻ ആളെ കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ ലാസ്റ്റ് മാർച്ചിൽ കുറച്ച് മരം എടുത്തിട്ടുണ്ടായിരുന്നു. പകുതിയോളം മരം ആ ഭാഗത്തും ഉണ്ടായിരുന്നു. അതെടുത്തിരുന്നു. നമുക്ക് വാർഷികത്തിന് പ്രയാസമുണ്ട് നടത്താനാണ് പറഞ്ഞത്. അപ്പോൾ ഇത് എടുക്കാമെന്നാണ് പറയുന്നത്. ഫോറസ്റ്റിൻ്റെ ഒരു കടലാസ് നടപടികൾ എന്തോ പൂർത്തീകരിക്കാനുണ്ട്. ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. മെമ്പറോടും കൗൺസിലറോടൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവർ നടപടി എടുക്കാമെന്നാണ് പറയണം. പരിസരത്ത് അപകട ഭീഷണിയായിരുന്ന മരമാണ് മുറിച്ച് സ്കൂൾ മുറ്റത്ത് തന്നെ തള്ളിയിരിക്കുന്നത്. മരത്തടിയുടെ വില നിശ്ചയിച്ച് ലേലം ചെയ്തു നൽകണം. മരം വെട്ടിയതിനുള്ള തുക പോലും ലഭിക്കാത്തതിനാൽ ആരും ഇത് ലേലത്തിനെടുക്കാനും തയ്യാറാവുന്നില്ല. മരത്തടികൾ ഇത്തരത്തിൽ കൂട്ടിയിട്ടിരിക്കുന്നതിനാൽ പാമ്പുശല്യം പ്രധാന പ്രശ്നമാണ്. സ്കൂൾ തുറക്കുന്നതിന് മുൻപ് നഗരസഭ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് ആവശ്യം. UTV ന്യൂസ്, പാലക്കാട്.